വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ ന്യൂജൻ സിനിമകളോ സോഷ്യൽ മീഡിയയോ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ? കൊലപാതക പരമ്പരയ്ക്ക് പിന്നാലെ മാർക്കോ പോലുള്ള പല സിനിമകളും വിമർശിക്കപ്പെടുന്നുണ്ട്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. അതിനായി പ്രത്യേക വൈദ്യസംഘത്തെ ആവശ്യപ്പെടുമെന്നാണ് വിവരം. കേസിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന 2 പേരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പ്രതി അഫാനും ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള മാതാവ് ഷെമിയും. 2 പേരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള നിർണായകമായ കാര്യം. പോലീസ് അഫാന്റെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഒരിക്കൽ പറഞ്ഞതല്ല പിന്നീട് അയാൾ പറയുന്നത്. പ്രതിയുടെ മാതാപിതാവെന്ന് പോലീസ് പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇവരെങ്കിലും വിശദമായി സംസാരിക്കാനാവില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചുണ്ടിന്റെ അനക്കവും മറ്റും നോക്കിയാണ് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 72 മണിക്കൂർ നിരീക്ഷണത്തിലാണ് നിലവിൽ അഫാൻ. ആദ്യഘട്ടത്തിൽ ചികിത്സയോട് സഹകരിക്കാതിരുന്ന ഇയാൾ പിന്നീട് അതുമായി സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അർബുദ രോഗബാധിതയായ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കൂട്ട ആത്മഹത്യയ്ക്ക് ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ ഷെമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നുവെന്നും അഫാൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. തുടർന്ന് എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്നു കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പ്രതിയുടെ മൊഴിയിൽ പറയുന്നു. മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം എടുത്ത മാല ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചപ്പോൾ ലഭിച്ച തുകയിൽ 40,000 രൂപ കടം വീട്ടാൻ ഉപയോഗിച്ചു. നേരത്തെ ആസൂത്രണം ചെയ്താണ് കൊലപാതകം നടത്തിയതെന്നും പോലീസിനോട് അഫാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിനിടെ അഫാൻ തന്റെ കാമുകി ഫർസാനയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്നുവെന്ന വിവരവും പുറത്തുവന്നു. പകരം മുക്കുപണ്ടമാണ് തിരികെ നൽകിയത്. മാല എടുത്തു നൽകണമെന്ന് ഫർസാന അഫാനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. കുടുംബത്തിന്റെ കടബാധ്യത വ്യാപ്തി അറിയാനും പോലീസ് പരിശോധന ആരംഭിച്ചു. ഇവർക്ക് പണം കടം നൽകിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കടബാധ്യത തന്നെയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന അഫാന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിനിടെ അഫാൻ ലഹരിക്കടിമയാണോ എന്നും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കും. കൊലപാതകത്തിൽ സിനിമയുടെയോ സോഷ്യൽ മീഡിയയുടെയോ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.